وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. قد أفلح المؤمنون. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ എല്ലാവരും എന്ന ബോധം നിലനിർത്തി അമലുകളെ പരിപൂർണമായും ചിട്ടപ്പെടുത്തണേ എന്ന് ആമുഖമായി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ മരണം വരെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഈമാനും നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, റമദാനിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിൽ നമ്മൾ എത്തി ഭാഗ്യം ലഭിച്ചവരാണ്. നമ്മൾ പുതിയ കാലഘട്ടമാണ്. ഓൺലൈൻ ബിസിനസ്സുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുന്നു. ജീവിത സാഹചര്യം പഴയതുപോലെയല്ല. പഴയ കാലത്ത് 30-40 വർഷം മുന്നേ ഒരു വസ്ത്രം പുതിയത് ധരിച്ചാൽ, പുതിയത് വാങ്ങിയാൽ 2 പെരുന്നാൾ ഉപയോഗിക്കും, എന്നിട്ട് മാത്രമേ പിന്നീട് ആ വസ്ത്രം ധരിക്കുകയുള്ളൂ. ഇന്നങ്ങനെയല്ല. വസ്ത്രം വാങ്ങുവാൻ, പ്രത്യേകിച്ച് സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കുവാൻ പ്രത്യേകമായ കാരണങ്ങളൊന്നും ആവശ്യമില്ലാതെയായി പോകുന്ന ഒരു കാലഘട്ടം. നല്ല ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ പഴയ കാലങ്ങളിൽ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടാവണം. ഇന്ന് അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിനും വിഭവ സമൃദ്ധമായ ഒരു കാലഘട്ടമാണ്. ഇൻകം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ ജീവിതത്തിന്റെ രൂപമേ മാറിക്കൊണ്ടിരിക്കുന്നു. ആഡംബര ജീവിത ശൈലികൾ ആയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് സക്കാത്ത് കണക്ക് കൂട്ടുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും കാരണങ്ങളുണ്ട്. ചാരിറ്റിയാണ് സക്കാത്ത് എന്നാണ് ചിലരൊക്കെ ധരിച്ചു വെച്ചത്. ചാരിറ്റി അല്ല. ചാരിറ്റി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ മറ്റൊരു ബാധ്യതയാണ്. എന്നാൽ സക്കാത്ത് കൊടുക്കുന്നത് സമ്പത്ത് കുറയാനല്ല, സമ്പത്ത് അധികരിക്കാനാണ്. സക്കാത്തിൽ ബർക്കത്ത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 കാര്യങ്ങളിലാണ് ഇസ്ലാം നിർമ്മിതമായത് എന്നാണ്. അതിലൊന്ന് സക്കാത്താണ്. 5 സ്തംഭങ്ങളിൽ ഒന്നാണ് സക്കാത്ത് എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വശം എന്നുള്ളത്, സമൂഹത്തോടുള്ള കടപ്പാട് നിർവഹിക്കാതെ പടച്ചവനോടുള്ള കടപ്പാട് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. പടപ്പുകളോട് നിരവധി കടപ്പാടുകൾ നമുക്കുണ്ട്. ആ കടപ്പാട് പൂർത്തിയാക്കാത്തവനെ പടച്ചവനോട് കടപ്പാട് പൂർത്തിയാക്കിയിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കാത്തവന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുമോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. ആ രൂപത്തിൽ കണിശമാണ് സക്കാത്തിനെ കുറിച്ചുള്ള ഖുർആനിലെ പഠനം. 10-28ഓളം സ്ഥലങ്ങളിൽ ഖുർആൻ നിസ്കാരത്തിന്റെ കൂടെ സക്കാത്തിനെ പറഞ്ഞപ്പോ അവിടെയൊക്കെ നിസ്കാരം സ്വീകരിക്കുവാൻ ഉപാധി സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കച്ചവടം, നമ്മുടെ സ്വർണം, നമ്മുടെ ശമ്പളം, നമ്മുടെ വരുമാനം, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ ഒക്കെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വീട്ടിൽ 100 മാങ്ങ പറിച്ചു, അതിൽ 10 മാങ്ങ സക്കാത്ത് കൊടുക്കണം എന്ന് ഒന്നുകൂടി പഠിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നു. മാങ്ങക്കും തേങ്ങക്കും എല്ലാത്തിനും സക്കാത്ത് കൊടുക്കേണ്ടവർ കൊടുക്കേണ്ടതുണ്ട്. നാം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വെള്ളമൊഴിച്ച് വളമിട്ട് ആ രൂപത്തിലാണെങ്കിൽ 5 മാങ്ങയെങ്കിലും സക്കാത്ത് കൊടുക്കണം സക്കാത്തിന്റെ കണക്ക് പഠിക്കുമ്പോൾ. ഈ രൂപത്തിൽ സക്കാത്തിന്റെ വിഷയത്തിൽ സ്വർണം ധരിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കണം, സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന്. നമ്മുടെ ശമ്പളം വാങ്ങുന്നവർ അവരുടെ വരുമാനത്തിൽ, അവരുടെ സോഴ്സുകളിൽ ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് 1000 ബാക്കിയുള്ളൂ, 1000 ആണെങ്കിലും അതിന് ശതമാനം കൊടുക്കണമല്ലോ. 100 രൂപയെ ബാക്കിയുള്ളൂ, 100 ആണെങ്കിലും അതിന് ശതമാനം കൊടുക്കണമല്ലോ. അപ്പൊ സക്കാത്ത് എന്നുള്ളത് കണക്ക് കൂട്ടിയുള്ള സംഗതിക്കാണ് സക്കാത്ത് എന്ന് പറയുക. ആ രൂപത്തിൽ നാം മുന്നേറേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ ഉള്ള ഒരു ദുരിതം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിത സാഹചര്യം മാറിയപ്പോ എല്ലാവരും അവരനെ പോലെ, ഉയർന്നവനെ പോലെ, സമ്പത്തുള്ളവനെ പോലെ പെരുമാറുവാൻ, അഭിനയിക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ
പാവപ്പെട്ടവനെ കാണുവാനുള്ള കണ്ണ് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു ദുരിതമായോ നാം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ഉപകാരമാകുന്ന ഒരു സംഗതിയാണ് സക്കാത്ത്. സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ള ഇബാദത്തുകളെ അപേക്ഷിച്ച് നാം മനസ്സിലാക്കേണ്ടത് ഒരേ സമയം തന്നെ മറ്റുള്ളവർക്ക് ഉപകാരമാകുന്നതും എന്നാൽ ഇബാദത്താകുന്നതുമായ ഒരു കർമ്മമാണ് സക്കാത്ത് എന്നുള്ളതാണ്. നോമ്പ് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടോ? ഇല്ല. നിസ്കാരം മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടോ? ഇല്ല. ഹജ്ജ് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടോ? ഇല്ല. എന്നാൽ ഒരേ സമയം സമൂഹത്തിന് ഉപകാരമാണ്, അവനവന് ഇബാദത്തുമാണ്. അതാണ് സക്കാത്തിന്റെ എടുത്തു പറയേണ്ടുന്ന ഒരു പ്രത്യേകത എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സക്കാത്ത് നൽകുന്നവരെ കുറിച്ച് ഖുർആനും ഹദീസും പഠിപ്പിച്ചത് റഹ്മത്താണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ ഒരു സ്ഥലത്തും ഹദീസുകൾ പല സ്ഥലത്തും സൂചിപ്പിച്ച പ്രയോഗമാണ് റഹ്മത്ത് എന്ന പ്രയോഗം. സക്കാത്ത് കൊടുക്കുന്നവർക്ക് റഹ്മത്ത് ഉണ്ടാകും, സക്കാത്ത് കൊടുക്കുന്നവരുടെ സമ്പത്തിൽ റഹ്മത്ത് ഉണ്ടാകും എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, മൂന്നാളുകൾ ഈമാനിന്റെ രുചി ആസ്വദിച്ചു എന്ന് പറയുന്ന കൂട്ടത്തിൽ ഈമാനിന്റെ രുചി ആസ്വദിച്ചവരിൽ ഒരു ഭാഗം സക്കാത്ത് കൊടുക്കുന്നവരാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പരിശുദ്ധി, സക്കാത്ത് എന്നുള്ളത് സമ്പത്തിന്റെ പരിശുദ്ധിയാണ്, സമ്പത്തിനെ ശുദ്ധീകരിക്കലാണ്. എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് സക്കാത്ത് എന്നുള്ളത് അത് ത്വഹൂറാക്കാനുള്ളതാണ്. ത്വഹൂർ, ത്വാഹിർ എന്ന പ്രയോഗമൊക്കെ നമുക്കറിയാം. നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുവാനുള്ളതാണ് സക്കാത്ത് എന്നുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ തന്നെ നബി പഠിപ്പിച്ചത് സക്കാത്ത് കൊടുക്കുന്നവന്റെ സമ്പത്തിൽ നിന്നുമുള്ള എല്ലാ ഷർറുകളും നീക്കം ചെയ്യപ്പെടുമെന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഷർറുകൾ നീക്കം ചെയ്യപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ഹദീസിൽ വന്ന പ്രയോഗം നിങ്ങൾ സ്വതക്ക അധികരിപ്പിക്കുക എന്നാണ്. സ്വതക്കയിലൂടെ നിങ്ങളിലേക്ക് വരുന്ന ആഫാത്തുകളെ അള്ളാഹു നീക്കം ചെയ്യും എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. മറ്റൊരു ഹദീസ് പ്രകാരം സക്കാത്ത് കൊടുക്കുന്നവർക്ക് അവരുടെ സമ്പത്തിലേക്ക് വരാൻ പോകുന്ന ഷർറുകളെ അള്ളാഹു തുടച്ചു മാറ്റും എന്ന് സക്കാത്തിനെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്. മറ്റൊന്ന് നാം ശ്രദ്ധിക്കേണ്ടത് വളർച്ച എന്നുള്ളതാണ്. വളർച്ച നാം പലപ്പോഴും കേട്ടു മനസ്സിലാക്കിയ ഒരു ഹദീസാണത്. സക്കാത്ത് കൊടുക്കുന്നവർക്ക് സമ്പത്തിൽ വർധനവുണ്ടാകും എന്നാണ് ഹദീസിൽ വന്നത്. അതൊരു ഇബ്നു തൈമിയ്യ തന്റെ അഖീദത്തുൽ വാസിയിൽ പഠിപ്പിച്ചത് അതൊരു അഖീദയായിട്ടാണ്, അതൊരു നമ്മുടെ ഈമാനായിട്ടാണ്. ഈമാൻ കാര്യം എത്രയാ? 6 എന്ന് പറയുന്നു. എന്നാൽ ഈമാനിന്റെ ഭാഗമായിട്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെയുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചത് സദഖ കൊടുത്തു എന്നുള്ള കാരണത്താൽ നമ്മുടെ സമ്പത്തിൽ ഒന്നും കുറയുകയില്ല എന്നത് അഖീദയായിട്ടാണ് മുൻകാല പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചത് എന്നാണ്. അപ്പൊ സക്കാത്ത് കൊടുത്താൽ സമ്പത്തിലും കുറവ് വരികയില്ല, അത് നമ്മുടെ ഈമാനായിരിക്കണം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഒന്നുകൂടി പഠിപ്പിച്ചു, എല്ലാ ആഴ്ചയിലെങ്കിലും ചുരുങ്ങിയൊരു തുക 10 രൂപയെങ്കിലും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നാടൻ മലയാളത്തിൽ പറയാം, ചുരുങ്ങിയ ഒരു തുക, ചെറിയ ഒരു തുകയെങ്കിലും എല്ലാ ആഴ്ചയും കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടാവണം എന്നുകൂടി പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഒരു 100 രൂപ കയ്യിലുള്ള ഒരാള് 10 രൂപ കൊടുത്താൽ 10 രൂപ പോയി എന്നല്ല, 90 രൂപ ബാക്കിയായി എന്നുമല്ല, മറിച്ച് 10 രൂപ ലാഭമായി എന്നുള്ളതാണ് പഠിപ്പിച്ചത്. അതിന് തെളിവുദ്ധരിച്ചത് ആയിഷ ബീവിയുടെ ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ ആടിനെ അറുത്തു. എല്ലാ ആടിന്റെ മുഴുവൻ ഭാഗങ്ങളും വിതരണം കഴിഞ്ഞു, ഒരു കാലിന്റെ ഭാഗം അവിടെ ബാക്കിയായി. അപ്പൊ ആയിഷ ബീവി പറയാൻ, നബിയെ, ഈ കാലിന്റെ ഭാഗം, തൊടഭാഗം ബാക്കിയായല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ബാക്കിയെല്ലാം ബാക്കിയായി, കൊടുത്തത് ബാക്കിയായി എന്നൊരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ കൊടുത്തതാണ് ബാക്കിയാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സക്കാത്ത് നാം മനസ്സിലാക്കേണ്ടത് നാം കൃത്യമായി ദാനം ചെയ്യുന്ന ശീലത്തിലേക്ക് മാറണം എന്നുള്ളതാണ്. പിന്നെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞത് ബർക്കത്താണ് എന്നാണ്. സക്കാത്ത് കൊടുക്കുന്നവർക്ക് സമ്പത്തിൽ ബർക്കത്തുണ്ടാകും, സക്കാത്ത് കൊടുക്കുന്ന വ്യക്തിക്ക് ബർക്കത്തുണ്ടാകും, സക്കാത്ത് കൊടുക്കാത്തവർക്ക് ബർക്കത്ത് ഉണ്ടാകൂല എന്നതാണ് അതിന്റെ മറ്റൊരു വശമായി നാം വായിക്കേണ്ടത്. അപ്പൊ സക്കാത്ത് കൊടുക്കാത്തവർക്ക് എപ്പോഴും മുഖത്ത് പ്രസന്നത ഉണ്ടാവൂല, ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവൂല, സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാവൂല, വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവൂല എന്ന് ഹദീസിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു.
അതോടൊപ്പം തന്നെ സക്കാത്ത് അപകട മരണത്തിൽ നിന്നും സംരക്ഷണമായി നമുക്ക് വരും എന്നുള്ളതാണ്. സക്കാത്ത് അപകട മരണത്തിൽ സംരക്ഷണമായി നമുക്കുണ്ടാകും. നമുക്ക് രക്ഷാ കവചമാണ് സക്കാത്ത് എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു. അതേപോലെ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതാണ്. സക്കാത്തിനെ കൊണ്ട് പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതാണ്. എന്താ പോസിറ്റീവ് എനർജി? നമുക്ക് സക്കാത്ത് കൊടുക്കുമ്പോൾ മാനസികമായി ഒരു സംതൃപ്തി ഉണ്ടാവും. ഏതെങ്കിലും ഒരാളെ ജീവിതം രക്ഷപ്പെടുമല്ലോ, ഏതെങ്കിലും ഒരാളുടെ കടത്ത് രക്ഷപ്പെടുമല്ലോ, ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമല്ലോ. അപ്പൊ അൽഹംദുലില്ലാ ആ മനുഷ്യന്റെ ചിരി കാണുമ്പോ, ആ മനുഷ്യൻ സുഖം കാണുമ്പോ ഈ സക്കാത്ത് കൊടുത്ത വ്യക്തിക്ക് സ്വാഭാവികമായും അൽഹംദുലില്ലാ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു ആശ്വാസമായല്ലോ എന്നൊരു മനസ്സംതൃപ്തി കിട്ടുന്നതാണ്. ആ നല്ല ഒരു മനസ്സ് ഭൗതികമായി ആധുനിക മനഃശാസ്ത്രം പഠിച്ചവർക്കറിയാം അത് പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതാണ്. അപ്പൊ സക്കാത്ത് കൊടുക്കുന്നവർക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകും, അവർക്ക് ആരോഗ്യം ഉണ്ടാകും എന്നൊക്കെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അതേപോലെ എന്നൊരു ഹദീസിൽ കാണാം. രണ്ട് വിഷയത്തിലാണ് ആ വിഷയം വന്നത്. അള്ളാഹുവിനെ കോപമില്ലാതിരിക്കാൻ ഒന്ന് സദഖത്തുൽ സിർറ്, രഹസ്യമായ സദഖയെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ അർശിൽ തണൽ ലഭിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ഒരു ഭാഗം സദഖ ചെയ്യും, വലത് കൊടുക്കുന്നത് ഇടതറിയൂല, ഇടത് കൊടുക്കുന്നത് വലതും അറിയില്ല എന്ന പ്രയോഗമുണ്ട്. അതേപോലെ സക്കാത്തിനെ കുറിച്ചും പറഞ്ഞപ്പോൾ പറഞ്ഞത് അള്ളാഹുവിന്റെ കോപം അവർക്കുണ്ടാവുകയില്ല എന്നാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു വശം, ഈ നാട്ടിൽ വട്ടപ്പലിശൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പലിശക്ക് കൊടുക്കുന്ന ആ കൊടുക്കുന്ന വ്യക്തി, വാങ്ങുന്നവരെയല്ല, കൊടുക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴെങ്കിലും സമാധാനം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ലാഭമില്ലാത്തതുകൊണ്ടാണോ? 10,000 കൊടുത്താൽ 1,00,000 കൊടുത്താൽ ഇത്ര തിരിച്ചു കിട്ടണമെന്ന് പറയുകയും കൃത്യമായി തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു. പക്ഷെ അവർക്ക് മനസ്സമാധാനം ഇല്ല. രണ്ട് കാരണം, മുഖ്യമായ കാരണം എന്താ? അതിൽ വാങ്ങുന്നവൻ ഒരിക്കലും നല്ല നിലയിൽ പ്രാർത്ഥിക്കൂല അല്ലെ. ആരെങ്കിലും ആ വട്ടപ്പലിശക്ക് കൊടുക്കുന്നതിന് വേണ്ടി നല്ല രൂപത്തിൽ പ്രാർത്ഥിക്കോ? ഇല്ല. എന്നാൽ സക്കാത്ത് കൊടുത്ത മനുഷ്യൻ, സദഖ കൊടുത്ത മനുഷ്യൻ, ദാനം കൊടുത്ത ആൾക്ക് വേണ്ടി ഈ വാങ്ങുന്നവന് ചിലപ്പോൾ ആളെ തന്നെ അറിയണ്ടാവില്ല, പക്ഷേ നിത്യമായി പ്രാർത്ഥനയിലുണ്ടാവും, നിത്യമായി പ്രാർത്ഥനയിലുണ്ടാവും. അള്ളാഹുവേ അയാൾക്ക് നല്ലത് കൊടുക്കണം എന്ന രൂപത്തിൽ ഈ കൊടുത്തയാൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയുണ്ടാകും എന്നുള്ളത് മനസ്സമാധാനം കിട്ടുവാനുള്ള മാർഗമാണ്. അവിടെയാണ് സക്കാത്ത് കൊടുക്കുന്നവർക്ക് മനസ്സമാധാനം ഉണ്ടാകും. ഇപ്പൊ മനസ്സമാധാനം ഉണ്ടാകുന്ന മാർഗം കൂടിയാണ് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. അവന്റെ നാട്ടുകാരുടെ പ്രാർത്ഥന ഉണ്ടാകുന്നതാണ്. അതിനേക്കാളുപരി ഹദീസ് പഠിപ്പിച്ച് ഇന്ന മിൻ തമാമി ഇസ്ലാമുൽ മർഇ തുഅദ്ദിൽ സക്കാത്ത് എന്നാണ്. ഒരു മനുഷ്യന്റെ ഇസ്ലാം പൂർത്തിയാവണമെങ്കിൽ, ഒരാളുടെ ഇസ്ലാം പൂർത്തിയാവണമെങ്കിൽ സക്കാത്ത് കൊടുക്കണം എന്നാണ്. നിസ്കരിക്കാത്തവരാരാ? കാഫിറാണ്. നിസ്കാരം ഉപേക്ഷിച്ചവരാരാ? കാഫിറാണ്. മുസ്ലിമും കാഫിറും നമ്മുടെ വ്യത്യാസം എന്താ? നിസ്കാരമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ ഗൗരവമായി പഠിപ്പിച്ചതാണ് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. സക്കാത്ത് ഒരു മനുഷ്യൻ മുസ്ലിമാണ് എന്ന് പറയണമെങ്കിൽ ഓൻ സക്കാത്ത് കൊടുക്കണം എന്നാണ്. ഇനി എന്റെ മുന്നിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. നമ്മുടെ കച്ചവടം, നമ്മുടെ കൃഷി, നമ്മുടെ വരുമാനം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ശമ്പളം, നമ്മുടെ സ്വർണം, നമ്മുടെ നിധികൾ, നമ്മുടെ അക്കൗണ്ടുകൾ, നമ്മുടെ ലോക്കറുകൾ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലുള്ള ദുരിതം എന്ന് വെച്ചാൽ റമദാനിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ് ചിലരൊക്കെ ധരിച്ചത് എന്നാണ്. അങ്ങനെയൊന്നുമില്ല. വർഷം തികയുമ്പോഴാണ്. ഇതുവരെ കൊടുക്കാൻ തുടങ്ങാത്തവർ ഈ റമദാനിൽ തുടങ്ങുക, പിന്നെ അടുത്ത കൊല്ലം മുതൽ റമദാനിലാക്കി മാറ്റുക എന്നതല്ലാതെ വേറെ പരിഹാരമൊന്നുമില്ല. പക്ഷെ റമദാൻ അല്ല കാലം. കൃഷിക്ക് എങ്ങനെ റമദാനാവുക? കൃഷി വിളവെടുക്കുമ്പോഴാണല്ലോ. ശമ്പളത്തിന് എങ്ങനെ റമദാനാവുക? അതാ കാലം തികയുമ്പോഴാണല്ലോ. ഒരാൾ ജനുവരി 1 ജോലി ചെയ്യാൻ തുടങ്ങി, അയാൾക്ക് എല്ലാ കൊല്ലം ജനുവരി 1 റമദാൻ കിട്ടൂലോ. അപ്പൊ റമദാനല്ല, പക്ഷെ ഇതുവരെ കൊടുത്തു തുടങ്ങാത്തവർ ഇന്ന് തുടങ്ങണം. നമ്മുടെ ബാങ്കിൽ എത്ര? അപ്പൊ ചില ആൾക്കാരുടെ ചോദ്യം, കട ഉണ്ടെങ്കിലോ? കട ഉണ്ടെങ്കിലും നിക്ഷേപം ഉണ്ടാവും, നിക്ഷേപങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോ പറഞ്ഞത് ഞാൻ ഒതിവെച്ച ആയത് സൂറത്തുൽ മുഅ്മിൻ ആയത്താണ്. അതിന്റെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു എന്നാണ്. മുഅ്മിനുകൾ വിജയിക്കാനുള്ള കാരണം എന്താണ്? ആരാണ് മുഅ്മിൻ? ആരാണ് വിജയിച്ചവർ? ആരൊക്കെയാണ് അല്ലാഹു സ്വർഗ്ഗത്തിലെത്തുക? ഒന്ന് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കരിച്ചവർ വിജയിച്ചിരിക്കുന്നു എന്നല്ല. ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഖുശൂഅ് ഉള്ളവരാണ്. ആത്മാർത്ഥത ഉണ്ടാകും, താല്പര്യം ഉണ്ടാകും, തഖ്വയുണ്ടാകും, നിയ്യത്തുണ്ടാകും, ബോധത്തോടെയാണ് നിസ്കരിക്കുക. അതാണ് ഖുശൂഅ് എന്ന് പറയുക. അള്ളാന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധമുണ്ടാവുക.
സുജൂദിലേക്ക് പോകുമ്പോ ഞാൻ എന്റെ റബ്ബുമായി സ്വകാര്യം പറയുകയാണ് എന്ന ബോധമുണ്ടാവുക. കാരണം സുജൂദ് എന്നുള്ളത് എന്റെ റബ്ബിനെ കാണുന്ന സ്ഥലമാണ്, എന്റെ റബ്ബുമായി ഏറ്റവും അടുക്കുന്ന ഒരു സ്ഥലമാണ് സുജൂദ്. അതുകൊണ്ട് സുജൂദിലേക്ക് പോകുമ്പോൾ ഞാൻ റബ്ബിനെ കാണുകയാണ് എന്ന ബോധമുണ്ടാവുക. ആ ബോധത്തോടെ നിസ്കരിക്കുന്നവനാണ് ഖാശിഊൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, അവർ വിജയിച്ചവരാണ്. രണ്ടാമതായി പറഞ്ഞത് വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ, വിനോദ കാര്യങ്ങൾ അനാവശ്യ കാര്യങ്ങളും പിന്മാറി നിൽക്കുന്നവരാണ്. അസ്ർ ബാങ്ക് 4 മണിക്ക് വിളിച്ചു, 4:15 അസ്ർ ജമാഅത്താണ്. എന്റെ വീട്ടിൽ ഞാൻ 3:15 മുതൽ ഇരിക്കുകയാണ്. ആ 3:15 സോഷ്യൽ മീഡിയ നോക്കി ഇരിക്കുമ്പോ 3:20 3:35 3:42 കുറച്ചായിട്ട് 4 മണിക്കല്ലേ ബാങ്ക് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞവരാൾ ഇരിക്കുകയാണെങ്കിൽ വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ എന്ന് പറഞ്ഞ ആ അനാവശ്യങ്ങളും പിന്മാറിയവൻ അവനാവൂല. അപ്പൊ നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളുമാകുന്ന ഓരോരുത്തരും ആ രണ്ടാമത്തെ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ആലോചിക്കണ്ടേ. മഗ്‌രിബ് വാങ്ങ 6:36 6:38 അല്ലേ? നമ്മൾ 6:35 എവിടെ വെക്കുന്നു? മൊബൈലിൽ ഇങ്ങനെ കളിക്കാൻ സോഷ്യൽ മീഡിയയിൽ. എന്നിട്ട് ഈ ആയത്ത് ഓതുക, ഈ ആയത്തിന്റെ അർത്ഥം നോക്കുക. അപ്പോ ഈ ആയത്തിൽ ഞാൻ നിങ്ങൾ ഉൾപ്പെടുമോ? ഈ ആയത്തിൽ പറഞ്ഞെന്താ? അനാവശ്യ കാര്യം, വിനോദ വർത്തമാനം, ആവശ്യമില്ലാത്ത കാര്യത്തിൽ പിന്മാറുന്നവനാണ്. 6:35 ആ നല്ല സമയത്തിൽ അതിൽ മുഴുകിയിരിക്കുമ്പോ പിന്മാറുന്നവൻ എന്നതിൽ നമ്മൾ കൂടും ഇല്ല. മൂന്നാമതായി പറഞ്ഞു വല്ലദീനഹും ലിസ്സകാതി ഫാഇലൂൻ, വല്ലദീനഹും ലിസ്സകാതി ഫാഇലൂൻ, അതാണ് നമ്മുടെ വിഷയം. വല്ലദീനഹും അവർ ലിസ്സകാത്ത്, സകാത്തിൽ ഫാഇലൂൻ, കർമ്മനിരതരാണ്. ഫഅല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു, വർക്ക് ചെയ്തതാണ്. ഫാഇലൂൻ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കണമെന്ന് മാത്രമല്ല, കൊടുക്കണം. ഒരാൾ കൊടുത്തില്ലെങ്കിൽ പോയി വാങ്ങണം എന്നാണ്. ഇസ്ലാമിക ഗവൺമെന്റ് ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് പലരുടെയും വീട്ടിൽ വന്ന് വാങ്ങിയിട്ടുണ്ടാവും. നമ്മൾ പിരിവിന് പോകാറുണ്ടല്ലോ വീട്ടിൽ, അല്ലേ? നമ്മളിങ്ങനെ പള്ളിക്ക് ഇത്ര ചെലവുണ്ട്, നിങ്ങൾ ഇത്ര തരണം എന്ന് പറഞ്ഞ് പിരിവിന് പോകാറുണ്ട്. അതേപോലെ നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ അർഹനാണ്. നമ്മുടെ ബൈത്തുൽ മാലിലേക്ക് കമ്മിറ്റിയെ നിങ്ങൾ നിങ്ങളുടെ സക്കാത്തിന് മുതൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് ഉത്തരവാദപ്പെട്ടവർ ഓരോരുത്തരുടെയും അടുക്കിലേക്ക് പോകണം, സമീപിക്കണം, അതിനു വേണ്ടി പണിയെടുക്കണം, അതിന് ലഘുലേഖ ഇറക്കണം, അത് ഫോർവേഡ് ചെയ്യണം, ചോദിച്ചു വാങ്ങണം. വല്ലദീനഹും ലിസ്സകാതി ഫാഇലൂൻ, അപ്പോൾ സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ കടമയാണ്. നമ്മൾ കൊടുത്താലേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം എന്ത് വേണം? കൊടുക്കണം. ഒന്നുകൂടി ഞാൻ ചോദിക്കണം, ആവർത്തനം, ഇനിയും സക്കാത്ത് കൊടുക്കാത്ത ആരെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ജുമാക്കിയിരുന്നുള്ള കാര്യമൊന്നുമില്ല, നമ്മുടെ നിസ്കാരം കൊണ്ട് കാര്യമില്ല. നിസ്കരിക്കാത്തവരെ സക്കാത്ത് അവർ സ്വീകരിക്കും, സക്കാത്ത് കൊടുക്കാത്തവരെ നിസ്കാരം അവർ സ്വീകരിക്കൂല. എന്തുകൊണ്ടാ? ഒന്ന് ഷഹാദത്താണ് ഇസ്ലാം കാര്യത്തിൽ, അല്ലേ? അപ്പൊ ഷഹാദത്തിന്റെ ഭാഗമാണെന്ത്? സക്കാത്ത് കൊടുക്കാന്നുള്ളത്. അപ്പൊ സക്കാത്ത് സമൂഹത്തോടും പടച്ചോനോടാണ്, പടപ്പിനോടും പടച്ചോനോടാണ്. വളരെ കർശന, നിസ്കാരത്തെ പോലെ ഒന്നുകൂടി പറഞ്ഞാൽ അതിനേക്കാൾ ഗൗരവത്തിലാണ് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്ത് തൗബയിൽ 35-36 ആയത്തിൽ ഒന്നുകൂടി പറഞ്ഞു, യൗമ യുഹ്മാ അലൈഹ ഫീ 34-35 ആയത്ത്. അതിൽ 35-ാമത്തെ ആയത്ത് പ്രകാരമാണ് യൗമ യുഹ്മാ അലൈഹ ഫീ നാരി ജഹന്നമ ഫതുക്വാ ബിഹാ ജിബാബുഹും വജുനൂബുഹും. ജിബാബ്, ജുനൂബ്, അവരെ തലയോട്ടിയും അതിന്റെ പാർശ്വഭാഗങ്ങളും ഒക്കെ നരകം കൊണ്ട് പൊതിയുകയാണ്. അങ്ങനെ എന്നിട്ടോ അങ്ങനെ ബാക്കില്, മുന്നില്, പിന്നില്, മുകളിൽ തലയോട്ടിയൊക്കെ ഇങ്ങനെ നരകത്തീ കൊണ്ട് പൊതിയുകയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നരകത്തീ കൊണ്ട് പൊതിയുമ്പോ ഈ മനുഷ്യൻ, ഹദീസിൽ വരികയാണ്, ആ പൊതിയുന്ന നേരത്ത് മനുഷ്യൻ വെപ്രാളപ്പെടുകയാണ്, പരിഭ്രാന്തി കാണിക്കുകയാണ്. എന്തിനാണ് എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? കാരണം ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ നോമനുഷ്ഠിച്ചിട്ടുണ്ട്, ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ട്,
ഞാൻ സക്കാത്ത്, ഞാൻ ഉംറക്ക് പോയിട്ടുണ്ട്, ഞാൻ മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തിനാ എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്ന പരിഭ്രാന്തിയോടുകൂടി ചോദിക്കുന്ന ഒരു മനുഷ്യന്റെ രോദനം ഹദീസിൽ കാണിക്കുന്നുണ്ട്. അപ്പോ മലക്കുകൾ പറയണ ഹദീസിൽ വന്ന പ്രയോഗം, ഇത് നിന്റെ നിധിയാണ്. ഏത് നിധി? നീ സ്വർണമായി മുതലായി സൂക്ഷിച്ചു വെച്ച കൊടുക്കാന്ന് വെച്ച സാധനം ഉണ്ടല്ലോ, അതാണ് ഞാൻ. 100 രൂപയുണ്ടെങ്കിൽ 2.5 രൂപയെ കൊടുക്കേണ്ടതുള്ളൂ. 1000 രൂപയുണ്ടെങ്കിൽ 25 രൂപയെ കൊടുക്കേണ്ടതുള്ളൂ. 10,000 ഉണ്ടെങ്കിൽ 250 രൂപയെ കൊടുക്കേണ്ടതുള്ളൂ. ആ 2.5% കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഏത് ഇബാദത്തുണ്ടായാലും ഈ ശിക്ഷ അനുഭവിക്കും. ആ ശിക്ഷയ്ക്ക് ശേഷം സ്വർഗത്തിലേക്ക് പോയേക്കാം. അല്ലാഹു നമുക്ക് രക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ സൂക്ഷിച്ചു വെച്ചല്ലോ ആ 2.5 രൂപ. ആകെ 100 രൂപയല്ലേ മൗലവി എന്റെ കയ്യിലുള്ളൂ. ശരിയാണ്, ആ 100 രൂപക്ക് നിന്റെ കയ്യിൽ 2 രൂപ, അത് ആരാന്റെ മുതലാ? അത് ആരാന്റെ മുതലാ? അത് കൊടുക്കാത്ത കാരണം അനുഭവിക്കുന്നവർ. അനുഭവിക്കൂടാ. നമ്മളെ പൊതുവെ കുടുംബം പറയുന്ന വർത്താണ്ട്, നീ അനുഭവിക്കൂടാ, വെറുതെ ആവൂല, നീ അനുഭവിക്കൂടാ. അല്ലാഹ് പറയാണ് അനുഭവിക്കൂടാ, നീ അനുഭവിക്കും. അല്ലാഹു നമുക്ക് രക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ സക്കാത്ത് കൃത്യമായി കൊടുക്കാൻ തയ്യാറാവണം. രണ്ടാമതായി സ്വതക്കയാണ്. സ്വതക്കയും അതുപോലെ തന്നെ. സ്വതക്കയെ കുറിച്ച് പറഞ്ഞപ്പോ നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെ, അത് അള്ളാഹുവിന്റെ കോപത്തെ കെടുത്തി കളയുമെന്നാണ്. സ്വതക്ക ആഴ്ചയിൽ ഒരു തവണയെങ്കിലും. നമ്മൾ ഒരു മാസം 1000 രൂപ ആകെ കൊടുക്കാൻ കഴിയുള്ളൂ നോക്കുക. ഒരു മാസം ആകെ 1000 കൊടുക്കാൻ കഴിയുള്ളൂ. അത് എന്ത് ചെയ്യാ? എല്ലാ മാസവും കൊടുക്കുക. അത് ഒന്നുകൂടി ഡിവൈഡ് ചെയ്തിട്ട് ആഴ്ചയിലേക്ക് മാറ്റുക. 250 രൂപ വെച്ച് കൊടുക്കുക. അപ്പൊ എന്താ? എല്ലാ ആഴ്ചയും കൊടുക്കുന്ന ഒരാളായി. ഇങ്ങനെ നമ്മുടെ ദാനധർമ്മത്തിലേക്ക്, സ്വതക്കയിലേക്ക് നമ്മൾ മാറണം. സ്വതക്ക കൊടുക്കുന്നവന് ബർക്കത്തുണ്ടാകുന്ന, സമ്പത്തിൽ ബർക്കത്തുണ്ടാകും, വീട്ടിൽ ബർക്കത്തുണ്ടാകും, അവനവന് ബർക്കത്തുണ്ടാകും. ഇത് ഹദീസാട്ടോ. സ്വതക്ക കൊടുക്കുന്നവന് അള്ളാഹു ഒരുപാട് അപകടങ്ങളും രക്ഷപ്പെടുത്തുന്നതാണ്, മാരക രോഗങ്ങളും രക്ഷയുണ്ടാകുന്നതാണ്, റഹ്മത്തിന്റെ മലക്കൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്. മാത്രല്ല, മലക്കൾ പ്രാർത്ഥിക്കുന്ന 2 വിഭാഗം മലക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്കല്ലേ. രാവിലെ മലക്കൾ വിളിച്ചു പറയാണ്, അള്ളാഹു ഈ പിടിച്ചു വെക്കുന്നുണ്ടല്ലോ, ദാനം ചെയ്യാതെ പിശുക്കി വെക്കുന്നവൻ, ഈ പിശുക്കി വെക്കുന്നവന് നാശം കൊടുക്കണമെന്നാണ് ശപിച്ച് പ്രാർത്ഥിക്കുകയാണ്. മലക്കളെ പ്രാർത്ഥനക്ക് ഈ ജാപത്ത് കിട്ടും, ഉത്തരം കിട്ടും. കാരണം മലക്കള് അള്ളാഹു എന്ന് പറഞ്ഞാലും സ്വീകരിക്കുന്നതാണ്, മലക്കള് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അള്ളാഹുവേ, ഈ പിടിച്ചു വെക്കുന്ന പിശുക്കന് നീ നാശം കൊടുക്കണേ. ചെലവഴിക്കുന്നവന് ഇനിയും പകരമാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും എന്നാണ് മലക്കൾ പ്രാർത്ഥിക്കുക. ആ രണ്ടാമത്തെ പ്രാർത്ഥനയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من اتبع الهدى إلى يوم الدين. أما بعد، يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് നമ്മളെല്ലാവരും എത്തും എന്നുള്ള ബോധം നിലനിർത്തി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണേ എന്ന് ഒന്നുകൂടി ഓരോരുത്തരെയും ആത്മാർത്ഥമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഖബറിൽ പ്രകാശം നൽകുമാറാവട്ടെ. അള്ളാഹുവേ, നമ്മുടെ ആരോഗ്യം മരണം വരെ ഞങ്ങൾക്ക് പരിപൂർണമായി നിലനിർത്തരണേ അല്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, സക്കാത്ത് പറഞ്ഞാൽ തീരാത്ത ഒരു വിഷയമാണ്. അതിന് വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് ഞാൻ ചെറിയ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഇന്ന് പറയേണ്ടുന്ന മറ്റൊരു വിഷയമാണ് ബദർ എന്നുള്ളത്.
2 മിനിറ്റ് കൊണ്ട് അതിലുള്ള പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബദറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് റമദാൻ 17 മാത്രമേ അതിൻ്റെ ശബ്ദഘോഷങ്ങൾ ഉണ്ടാവാറുള്ളൂ. പുതിയ തരംഗങ്ങൾ റമദാൻ 10-ന് ശേഷം അതിലേക്കുള്ള തുടക്കമായിട്ടാണ് പലയിടങ്ങളിലും കാണുന്നത്. ബദർ യുദ്ധം യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ ബദറിൽ ഷഹീദാക്കപ്പെട്ടവരുടെ ആരുടെയും ഖബറുകൾ കെട്ടി ഉയർത്തിയിട്ടില്ല. ബദറിൽ ഷഹീദായ ആരോടും ആരും പ്രാർത്ഥിക്കുന്നില്ല. ഇവിടെയല്ല, അവിടെ. ബദറിൽ ഷഹീദായ ആരുടെയും ഖബറിന് പച്ചപ്പുതപ്പമോ കുമ്മായമോ സിമന്റോ അവിടെ ചന്ദനത്തിരിയോ ഒന്നുമില്ല. ഇവിടെയുള്ള മാലയും ഓരോന്നും വായിച്ചാൽ തോന്നും ബദറിലെ ഷഹീദായ ഓരോരുത്തരുടെയും ഖബറുകൾ കെട്ടിപ്പൊക്കി പച്ചപ്പുതപ്പ് പുതച്ച് അവിടെ ചന്ദനത്തിരിയും പിന്നാണവും വെച്ച് ആളുകൾ അതിനെ ചുറ്റും ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ മാലയും ഓരോന്നും വായിച്ചാൽ തോന്നുക. അതിലെടുത്തു പറയേണ്ട മറ്റൊരു വിഷയം, ബദർ മൗലിദിലെ വളരെ വിഷം നിറഞ്ഞ 2 വരികൾ, ബദർ മാലയിലെ വരിയും ബദർ മൗലിദിലെ വരിയും. ബദർ മൗലിദിൽ പറഞ്ഞൊരു വരി, കടം അകപ്പെട്ടാൽ അതേപോലെ തന്നെ രോഗം ബാധിച്ചാൽ നിങ്ങൾ ബദരീങ്ങളെ വിളിക്കണം എന്നുള്ളതാണ്. എന്നാൽ അത് രണ്ടും മാറി കിട്ടും എന്നാണ് അതിലെ വളരെ വിഷം നിറഞ്ഞ ഒരു വരി. തുടങ്ങിയ വരികളാൽ മിമ്പറിനെ യോജിക്കാത്തത് കൊണ്ട് ആ വരികളൊന്നും പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതായത് നിങ്ങൾ പ്ലേഗുകൾ വന്നാൽ, മാറാ രോഗങ്ങൾ വന്നാൽ ഒക്കെ നിങ്ങൾ വിളിച്ചോ എന്ന പ്രഖ്യാപനവും ആ വരിക്ക് തൊട്ട് ശേഷം വന്നത് ബദരീങ്ങളെ എന്റെ രോഗം മാറ്റിത്തരണേ എന്ന വിളികളുമാണ്. ബദർ മാലയിലും പറഞ്ഞത് അതിന്റെ മലയാളീകരിച്ച പദമാണ്. അപ്പോൾ സമൂഹം ഇത് പുണ്യമാണ് എന്ന് വിചാരിച്ച് വിളിക്കുന്നത് ആരോടാ? ഈ ശിർക്കിനെതിരെ പോരാടിയ ബദരീങ്ങളോട് തന്നെയാണ്. അപ്പൊ നമ്മള് ഒരു ഈമാനിന്റെ ഭാഗം പറഞ്ഞപ്പോ റസൂൽ പഠിപ്പിച്ചൊരു പ്രത്യേക ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. ഒരു തെറ്റ് കണ്ടാൽ കൈകളെ കൊണ്ട് എതിർക്കുക, അത് പറ്റൂല്ലെങ്കിൽ നാവ് കൊണ്ട് പറയുക, അതും പറ്റൂല്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുക. അതാണ് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന ഒരു ഭാഗമാണ് അത് എന്നാണ്. ഇത്തരം കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പലതും സെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ആദർശം സെൻഡ് ചെയ്യണം. പറയാനെങ്കിൽ നമുക്കുള്ള ഈമാൻ ഉണ്ടാവണം. തീരെ അശക്തരാണെങ്കിൽ ഇത്തരം തെറ്റുകൾ കാണുമ്പോൾ നമ്മൾ പഠിച്ചവരോട് പറയാ, അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന രൂപത്തിൽ മനസ്സുകൊണ്ട് ആ വ്യക്തികളെയല്ല ആ വിഷയത്തെ വെറുക്കുവാൻ തയ്യാറാവുക. ആ ഒരു ഈമാൻ നമ്മൾ കാണിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മിക്കുകയാണ്. അല്ലാഹു നമുക്ക് തോന്നിക്കുന്നതാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, റമദാനാണ്, പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയമാണ്. അത്താഴം മുതൽ നോമ്പ് മുറിക്കുന്നത് വരെ ഓരോ മിനിറ്റും പ്രാർത്ഥനയുമായി മുന്നോട്ട് പോവുക. നമ്മുടെ ഉപ്പ, ഉമ്മ, കൂട്ടുകാർ, കുടുംബക്കാർ, അയൽപ്പക്കക്കാർ, പെണ്ണ് കിട്ടാതെ, അതേപോലെ ചെക്കനെ കിട്ടാതെ, മക്കളില്ലാതെ, കടങ്ങൾ മാറാൻ ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ട്, നമുക്ക് അറിയുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, കഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പബ്ലിക് പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടുന്ന കുട്ടികൾ നമ്മുടെ മുമ്പിലുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി പറയാനുണ്ട്, അതും അല്ലാഹുവോട് പറയുക. നമ്മുടെ ശാരീരിക മാനസിക വേദനകൾ ഇങ്ങനെ പറയാനുള്ളതിനൊക്കെ സമയം എടുത്തു കാണുക. തറാവീഹിനിടയിൽ ഒക്കെ നാം പ്രാർത്ഥന നടത്തുക. ആ രൂപത്തിൽ പ്രാർത്ഥനയുമായി മുന്നോട്ടേക്ക് പോവുക. സ്വതക്ക കാറ്റടിച്ച് വീശും പോലെ കൊടുക്കുവാൻ തയ്യാറാവുക. സക്കാത്ത് കണക്ക് കൂട്ടി കൊടുക്കുവാൻ തയ്യാറാവുക. നമുക്ക് വേണ്ടി മറ്റുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടാകുമെന്ന് ഓർമ്മിക്കുക. പക്ഷെ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ അനാനീയത്തിന് വേണ്ടി, ലോകമാന്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹുവുള്ള പ്രാർത്ഥനയിൽ അതും കൂടി ഉൾപ്പെടുത്തുക. ലോകമാന്യം ഇല്ലാതിരിക്കുവാനുള്ള നല്ല മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ പള്ളിക്ക് വേണ്ടി നമ്മുടെ സംഭാവനയാണ്, നമ്മുടെ 100 500 രൂപയാണ് നമ്മുടെ പള്ളിയുടെ വരുമാനം എന്നുള്ളത് കൂട്ടത്തിൽ നമ്മൾ ഓർക്കുക. സ്ത്രീകളും
പുരുഷന്മാരും ആ വിഷയത്തിൽ ശ്രദ്ധിക്കുക. ഇനിയുള്ള വെള്ളിയാഴ്ചകളിൽ ദാനധർമ്മത്തിൽ നല്ല ഒരു ഭാഗം നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയും ചെലവഴിക്കാൻ തയ്യാറാവുക. മനസ്സറിഞ്ഞുകൊണ്ടുള്ള നിങ്ങളുടെ ദാനം, മനസ്സറിഞ്ഞുകൊണ്ടുള്ള പൊരുത്തം കൊണ്ടുള്ള നിങ്ങളുടെ തുക ഇട്ടുകൊണ്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങുക. എന്തെങ്കിലും ഒന്ന് ബക്കറ്റിൽ നിക്ഷേപിക്കാൻ തയ്യാറാവുക. അള്ളാഹു ആ രൂപത്തിലുള്ള ഈമാനും തൗഫീഖും നമുക്ക് നൽകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഒന്നുകൂടി നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, പള്ളിക്ക് വേണ്ടി സാമ്പത്തികമായി ചെലവഴിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ ഉസ്താദന്മാർ, ദഅവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ ഒക്കെ, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. കൂടുതൽ നമ്മുടെ വിദ്യാർത്ഥി വിഭാഗം, യുവജന വിഭാഗം, നമ്മുടെ കേന്ദ്രം, അതേപോലെയുള്ള നേതാക്കന്മാർ ഇനിയും ദഅവത്ത് നമ്മുടെ നാട്ടിൽ എത്തിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള ശക്തി നമുക്കും അവർക്കും ലഭിക്കണം. അതിനുവേണ്ടി നമ്മുടെ നാട്ടിൽ സമാധാന അന്തരീക്ഷം, സമാധാന ഭരണകൂടം നിലനിൽക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാം കാണുന്ന റഹീമുറഹീമായ അള്ളാഹുവെ, മുസ്ലിമായി മരിക്കുവാൻ ജീവിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് മരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് മരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ ഈ നോമ്പും ഈ ജുമഅയും സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا